ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതിയും ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലനാരിഴയ്ക്കാണ് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. നമ്മുടെ രേവതിയെ സച്ചി തന്നെ രക്ഷിച്ചെടുത്തു എന്ന് തന്നെ പറയാം. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ മുകളിലോട്ടും രേവതിയെയും മാറി മാറി നോക്കുക. ഇതിനകത്ത് എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ എന്ന്. ചന്ദ്രമതി മുന്നേ ഫുള്ള് കള്ളി ആയതുകൊണ്ട് ചന്ദ്രമതിക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ മനസ്സിലാകുമല്ലോ. ചന്ദ്രമതി എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചി റൂമിലേക്ക് പോയി. പിന്നെ രേവതി ആണെങ്കിൽ മേടിച്ച സാധനങ്ങളെല്ലാം കൊണ്ടുപോയി അടുക്കളയിൽ വെച്ചിട്ട് നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പം സച്ചിക്ക് അരികിലേക്ക് ചെന്നിട്ട് സച്ചേട്ടന് വല്ലതും വേണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അല്ല, സച്ചേട്ടന് ജോലിയുടെ കാര്യങ്ങൾക്ക് പോയിട്ട് എന്തായി, ശരിയായോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ജോലി ശരിയായിട്ടുണ്ട്, അത് പിന്നെ നാളെ തൊട്ട് പോയാൽ മതി എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുക. അല്ല, നീ എവിടുന്നാ അമ്മയ്ക്ക് ഈ 10,000 രൂപ ഇത്ര പെട്ടെന്ന് എടുത്ത് കൊടുത്തതെന്ന് ചോദിച്ചു. അത് പിന്നെ സച്ചേട്ടൻ, ഞാൻ നിന്നെ അവരെല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതി ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞതാ. പിന്നെ അത് ഞാൻ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ട് പറഞ്ഞതാണെന്നൊന്നും നീ കരുതണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ സച്ചേട്ടാന്ന് പറഞ്ഞു. പറ, നിനക്ക് എവിടുന്നാ 10,000 രൂപ? നീ ആരോടാ കടം വാങ്ങിച്ചതെന്ന് ചോദിച്ചു. ഇപ്പോൾ ഇത്രയ്ക്ക് രൂപയൊക്കെ കടകം മേടിച്ച് കൊടുക്കേണ്ട വല്ല കാര്യവും നിനക്കുള്ളതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് പിന്നെ സച്ചേട്ടാ, അമ്മ സച്ചേട്ടനെ വളരെ മോശമായിട്ട് പറയുന്നതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ അമ്മ ഇന്നും ഇന്നലെയും തൊട്ട് പറയുന്നതൊന്നും അല്ലല്ലോ, നീ വരുന്നതിന് മുൻപും ഇതൊക്കെ തന്നെയായിരുന്നു എനിക്ക്. ഞാനത് പണ്ട് തൊട്ടേ കേൾക്കാൻ തുടങ്ങിയത്, അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സച്ചേട്ടൻ്റെ കാര്യമല്ലായിരിക്കാം. പക്ഷേ എൻ്റെ മുന്നിൽ വെച്ച് സച്ചേട്ടനെ അപമാനിക്കുന്നതോ മോശം സംസാരിക്കുന്നതോ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ഞാനത് ചെയ്തതെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ കിടന്ന വള കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ്, ശരത്തിനെ കൊണ്ട് പണയം വെപ്പിച്ചിട്ടാണ് ഞാൻ ആ പൈസ അമ്മയ്ക്ക് കൊടുത്തത്. ഞാൻ ആരോടും കടം വാങ്ങിയതൊന്നും അല്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ടോ. അപ്പോൾ സച്ചി പറഞ്ഞു, ജോലി കിട്ടിയതല്ലേ ഉള്ളൂ, ശമ്പളം കിട്ടട്ടെ, പണയം വെച്ച വള ഞാൻ എടുപ്പിച്ച് തരാം എന്ന് പറയുക. പിന്നെ ഇനി ഇങ്ങനത്തെ അവിവേകമൊന്നും കാണിക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ ഒന്നും സച്ചി ഇങ്ങനെ രേവതിയോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് സന്തോഷമായി. സച്ചി തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം, ആ ഒരു ഇതിൽ നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് സച്ചിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ രേവതി ചോദിച്ചെങ്കിലും സച്ചി അതിനൊന്നും ഒരു ഇതും പറഞ്ഞില്ല, വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും സച്ചി ജോലിക്ക് പോവുകയാണെന്നും പറഞ്ഞു ഇറങ്ങാൻ തുടങ്ങുന്നു. ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സച്ചി ഏട്ടനോട് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. അന്നേരം സച്ചി ആണെങ്കിൽ വെളുപ്പിന് 5 മണിക്ക് ചെല്ലണമെന്ന് അവർ പറഞ്ഞില്ലേ. അപ്പോൾ 5 മണിക്ക് തന്നെ ചെല്ലണമെന്ന് പറഞ്ഞത് കൊണ്ട് സച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സച്ചി രാവിലെ വെളുക്കുന്നത് എഴുന്നേറ്റ് പോവുക. അപ്പോൾ രേവതി എഴുന്നേറ്റ് ഇത് എന്താ സച്ചിയുടെ ഇത് എവിടെ പോവുക ഇത്ര രാവിലെ എന്ന് ചോദിച്ചപ്പം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ജോലി നേരത്തെ അവിടെ ചെല്ലേണ്ടതാണെന്നും എൻ്റെ സൗകര്യത്തിന് വണ്ടി ഓടിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എവിടെയാണ് സച്ചേട്ടന് ജോലി, എന്താ ജോലിയെന്ന് ചോദിച്ചു. കാർ ഓടിക്കലാണോ എന്ന് ചോദിച്ചു. അതെ, കാർ ഓടിക്കൽ, ഒരു ഓട്ടം പോകാനുണ്ട്. ആ മുതലാളിക്ക് രാവിലെ വെളുപ്പിനെയാണ് പോകേണ്ടത്. ഇനിയുള്ള മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഈ ഒരു സമയങ്ങളിലായിരിക്കും പോകുന്നത്. നീ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം. ഈ നേരത്തൊക്കെ എഴുന്നേറ്റ് പോകുന്ന സച്ചേട്ടൻ്റെ കാര്യങ്ങൾ പിന്നെ നോക്കാതെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് രേവതി ചോദിക്കുമ്പോൾ, നീ നിൻ്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ ഇരിക്കും, എന്തായാലും നിൻ്റെ വളയെടുക്കാനുള്ള പൈസയൊക്കെ ഞാൻ ശമ്പളം കിട്ടുമ്പോൾ തരാം, നീ അതോർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. സച്ചേട്ടാ, എൻ്റെ വളയെടുപ്പിച്ച് തരാനോ അല്ലെങ്കിൽ അതുപോലെ ഞാൻ സച്ചേട്ടനോട് പറഞ്ഞോ എന്ന് നേരെ രേവതി ചോദിക്കാം. പറഞ്ഞില്ലെങ്കിലും ഈ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ, അല്ലെങ്കിൽ പട്ടിണി കിടക്കാതിരിക്കാനും എന്നെ പട്ടിണിക്കിടാതിരിക്കാനും വേണ്ടിയിട്ടാണല്ലോ നീ ഇത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി ഞാൻ തിരിച്ച് കാണിക്കേണ്ട, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ സച്ചി വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പോവുക. അപ്പോൾ സച്ചി വെളുക്കുന്നത് എഴുന്നേറ്റ് പോകണു. അപ്പോഴും രേവതിക്ക് മൊത്തത്തിലൊരു സംശയം. അപ്പോൾ ആദ്യത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ രേവതിക്ക് വലിയ സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു തേങ്ങലുണ്ട് രേവതിക്ക്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നേരം വെളുത്തു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മോളെ അപ്പോൾ ചായം കൊണ്ട് ചെന്നപ്പോൾ രേവതിയോട് ചോദിച്ചു, മോളെ സച്ചി എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ സച്ചേട്ടൻ വെളുപ്പിനെ പോയച്ചാന്ന് പറഞ്ഞു. വെളുപ്പിനെ പോവുക, അവനെങ്ങോട്ടേ വെളുപ്പിനെ പോയത്? അത് പിന്നെ വെളുപ്പിന് എന്തോ ഒരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു, അത് കാരണം രാവിലെ പോയതാണെന്ന് പറഞ്ഞു. ഈ രാവിലെയൊക്കെയുള്ള ഒരു ഓട്ടം അതൊന്നും പിടിക്കേണ്ടെന്ന് അവനോട് പറഞ്ഞേക്ക്. അവൻ്റെ കാറ് കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. കാറ് കിട്ടിയെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി എഴുന്നേറ്റ് വന്നു. ചന്ദ്രമതി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും രേവതിക്ക് സ്വീര്യം കൊടുക്കാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. രേവതിക്ക് ഇതൊക്കെ കേട്ടിട്ട് തല മരച്ചു തുടങ്ങി. കാരണം അമ്മാതിരി ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഈ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രമതിക്ക് ഒരു മര്യാദയും മനസാക്ഷി ഇല്ലാത്ത രീതിയിലാണ് രേവതിയോട് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ മാസത്തെ പൈസ
എങ്ങനെയൊക്കെയോ കെട്ടിയവനും കൂടെ തന്നു. പിന്നെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി അവനത് പറഞ്ഞതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ പറഞ്ഞതൊന്നും ഞാൻ അത്രയ്ക്ക് അങ്ങ് വിശ്വസിച്ചിട്ടൊന്നുമില്ല രേവതി. പിന്നെ അവന് നിന്നോട് വലിയ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും വിശ്വസിക്കാനും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? എന്തായാലും അവർ പൈസ നിനക്ക് അടയ്ക്കാനായിട്ട് തന്നില്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഏത് നേരവും രേവതി ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കാം. പിന്നെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയണ്ടേ രവിയേട്ടാ എന്ന് ചോദിച്ചു. സച്ചി ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രേവതി അതിലൊന്നും പറഞ്ഞില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു മോൾ ഇവള് പറയുന്നൊന്നും കേൾക്കണ്ട, മോൾ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ രേവതിയെ പറഞ്ഞു വിടുക. അതിനുശേഷം ഇവർ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും ഇതെല്ലാം നടക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം സച്ചി വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത് ക്ഷീണിച്ചാണ് വരുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കാൻ പോയിട്ട് വരുന്ന സച്ചിയെ ഇന്നലെ അല്ലല്ലോ നമ്മുടെ രേവതി കാണുന്നത്. അപ്പോൾ ആ സച്ചിയും ഇപ്പോൾ കയറി വരുന്ന സച്ചിയും തമ്മിൽ പകൽ വ്യത്യാസം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിക്ക് ആകെ ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെ. എന്താ സച്ചിയേട്ടാ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറ്റിയില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി ഓടിച്ച് ക്ഷീണിച്ചതിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചേട്ടന് ഇത്രയും നാളില്ലാത്ത ക്ഷീണം എങ്ങനെ ഇപ്പോൾ വന്നതെന്നൊക്കെ ചോദിക്കുന്നു രേവതിയോട്. നീ അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കേണ്ട, നീ ഇപ്പോൾ പോയി കിടക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ എന്നിട്ട് രേവതിയോട് പറഞ്ഞു. അപ്പോൾ രേവതിയാണെങ്കിൽ ഫുഡ് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്ന് സച്ചി പറയാം. അപ്പോഴും രേവതിയോടുള്ള പിണക്കമൊന്നും സച്ചി മറന്നിട്ടില്ല. സച്ചി ആ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അകലെ അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് അന്നേരം തൊട്ടൊരു ഡൗട്ട് അടിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നാളെ രാവിലെ തന്നെ പോകണം, നാളെ ഓട്ടോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തൊട്ട് രേവതിക്ക് ആകെ ഒരു സംശയം, സച്ചേട്ടൻ ഇത് എന്തായി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ആ ഒരു സംശയവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരത്ത് ചെന്ന് അവിടെ വീട്ടിൽ അവരോട് പറഞ്ഞു, അമ്മയോടൊക്കെ പറഞ്ഞു ചേച്ചി ഇങ്ങനെ വള പണയം വെക്കാൻ തന്നു എന്നുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് സഹിച്ചില്ല. വള പണയം വെക്കാൻ തന്നു, ഇപ്പം എന്തിനാ അവൾ വള പണയം വെക്കാൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ രേവതിയെ വിളിക്കുവാണ് ലക്ഷ്മി. വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാ മോളെ നീ ശരത്തിൻ്റെ കയ്യിൽ വള പണയാൻ വെക്കാൻ കൊടുത്തത്, എന്താ ഇത്ര പൈസയ്ക്ക് ഇപ്പം ആവശ്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു. നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നതാണോ, എന്നോട് കള്ളം പറയുന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ മോളോട് ചോദിക്കുക. അപ്പോൾ ഞാൻ എന്തിനാ അമ്മയോട് കള്ളം പറയുന്നത്, എനിക്ക് അങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് മകൾ അമ്മയോട് പറയുക. അതെല്ലാം പറഞ്ഞ് ഒരു തരത്തിൽ അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രേവതി ഫോൺ കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞ് സച്ചി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോവുക കേട്ടോ ജോലിക്ക്. അപ്പോഴും ഓട്ടത്തിന് പോകുന്നതാണെന്നാണ് പറയണത്. അത് നമ്മുടെ രേവതിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സച്ചേട്ടൻ എങ്ങോട്ടാണ് ഈ രാവിലെ പോകുന്നത്, എവിടെയാണ് സച്ചേട്ടൻ്റെ യഥാർത്ഥ ജോലി എന്നൊക്കെ ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന അപ്പാർട്ട്മെൻറ്റിൽ ഇന്ന സ്ഥലത്താണ്, അവിടുത്തെ ഒരു സാറിൻ്റെ വണ്ടി ഓടിക്കുകയാണ് എന്ന് ആരുമൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ആ ഒരു ഇത് നമ്മുടെ രേവതിയുടെ മെമ്മറിയിൽ കിടപ്പുണ്ട്. അപ്പോൾ രേവതി രാവിലെ തന്നെ എല്ലാം ചെയ്തു വെച്ചിട്ട് സച്ചിയെ തേടി ഇറങ്ങുക. അപ്പോൾ സച്ചി എവിടെയാണ് പോകുന്നത്, എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നോട് പറഞ്ഞതെല്ലാം സത്യമാണോ, അതിന് വേറെ വലിയ ജോലിക്കാണോ പോകുന്നത്, ഇതൊക്കെ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് രേവതി തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങുന്നു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് രേവതി ഇങ്ങ് ഇറങ്ങുക. അപ്പോൾ ഇറങ്ങി സച്ചി പറഞ്ഞതുപോലെ തന്നെ ആ അപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ച് വന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ ചോദിച്ചു, ആരാ എന്താ എങ്ങോട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടം വരെ വന്നതാണ്, ഒരാളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ആരെ കാണാനാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ സച്ചി എന്നാ പേര്, ഇവിടെ ജോലിക്ക് വന്നത്, വണ്ടി ഓടിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചി അയാൾ വണ്ടി ഓടിക്കാനല്ലല്ലോ വണ്ടി കഴുകാനല്ലേ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വണ്ടി കഴുകാനോ, ഇത് കേട്ടപ്പോൾ രേവതി ഞെട്ടി. വണ്ടി കഴുകാനെന്ന് കേട്ടപ്പോൾ അതെ അയാൾ അപ്പുറം ഉണ്ട്, ചെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതിയോട് അദ്ദേഹം പറഞ്ഞനുസരിച്ച് രേവതി അങ്ങോട്ടേക്ക് പോകും കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ രേവതി കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വണ്ടികൾ മുഴുവൻ എടുത്തിട്ട് കഴുകിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ നമ്മുടെ രേവതിയുടെ ചങ്ക് തകർന്നു പോയി. കാരണം വന്ന് ഈ ജോലി വരെ സച്ചേട്ടൻ ചെയ്യാൻ തുടങ്ങി എന്നുള്ളൊരു വേദന. സച്ചിയേട്ടാന്നും വിളിച്ചുകൊണ്ട് രേവതി ഒരു ഒറ്റ ഓട്ടമായിരുന്നു. അപ്പോൾ സച്ചി തിരിഞ്ഞു നോക്കിയപ്പോൾ രേവതിയെ കണ്ടപ്പോഴത്തേക്കും സച്ചിക്കും അയ്യടാന്നായിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വന്ന് ചാടും എന്നുള്ള കാര്യം. ഈ സച്ചിയേട്ടാന്നും വിളിച്ച് ഓടി വന്ന് സച്ചിയെ കെട്ടിപ്പിടിച്ച ഒരൊറ്റ കരച്ചിലായിരുന്നു രേവതി. അങ്ങനെ കരയുമ്പോൾ രേവതി നീ എന്തി കാണിക്കുന്ന, ആൾക്കാർ കാണും, വിടുന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും രേവതി പിടിവിടാൻ തയ്യാറാകുന്നില്ല. രേവതിയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് ആ കരച്ചിൽ. സച്ചിക്കാണെങ്കിൽ അത് കണ്ടപ്പോഴത്തേക്ക് ആകെ കയ്യിൽ നിന്ന് പോയിട്ട് ആകെ സങ്കടമായി സച്ചിക്കും. സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് സച്ചിക്കും അറിയത്തില്ല. സച്ചി ആണെങ്കിൽ രേവതി ആൾക്കാർ കാണും, നീ മാറെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ സച്ചിയേട്ടൻ എന്നോട് കള്ളം പറഞ്ഞ് ഈ ജോലിക്കാണ് വരുന്നതെന്ന് സച്ചിയേട്ടൻ എന്തുകൊണ്ട് എന്നോട് പറയാതിരുന്നതെന്ന് ചോദിച്ചു. നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, നിന്നെ കൂടി വിഷമിപ്പിക്കാമെന്നുള്ളത്, അതല്ലാതെ മറ്റെന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് സച്ചി ചോദിക്കുക. ഏതൊരു ജോലി ചെയ്തിട്ടാണെങ്കിലും നമ്മളുടെ കാര്യങ്ങളെല്ലാം നമുക്ക് നടത്തണ്ടേ എന്ന് ചോദിച്ചു. ഈ ജോലി അത്ര കുറഞ്ഞ ജോലിയൊന്നും അല്ല രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ
പറയാം. പക്ഷേ എൻ്റെ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് രേവതി പറയുമ്പം മാസം 30,000 രൂപ സാലറി കിട്ടുമെന്നുള്ള കാര്യമൊക്കെ സച്ചി ഇങ്ങനെ രേവതിയോട് പറയുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നതൊന്നും നീ ചെന്ന് അച്ഛനോടൊന്നും പറയാൻ നിൽക്കണ്ട, അതുപോലെ വീട്ടിലാരോടും പറയണ്ട, അവർക്കതൊക്കെ ഒരു പുച്ഛപരിഹാസമൊക്കെ ആയിരിക്കും. ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യതയും മര്യാദയും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജോലിയിൽ യാതൊരു കുറച്ചിലും തോന്നുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി ഇതൊക്കെ പറയുന്നത് കേട്ട് രേവതി ഇങ്ങനെ ചങ്ക് തകർന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ രേവതിയും സച്ചിയും കൂടി എന്നിട്ട് പുതിയൊരു തീരുമാനം എടുക്കുക. ഏതായാലും സച്ചിയുടെ വണ്ടി അതിനി എന്ത് ചെയ്തിട്ടാണെങ്കിലും തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു വാശി അന്നേരത്തേക്ക് രേവതിയുടെ മനസ്സിൽ കയറി. പക്ഷെ അതുവരെ സച്ചി ചെയ്യുന്ന ജോലിയെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയൊന്നും ആരോടും ഒന്നും പറയില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ സച്ചി രേവതി എത്തിച്ചേരുവാണ്. എന്തായാലും ഒരുപാട് കാലതാമസമൊന്നും ഇല്ലാതെ നമ്മുടെ സച്ചിയും രേവതിയും വീണ്ടും പഴയ ആ ഒരു പ്രൗഢിയിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ള കാര്യം ഉറപ്പായി. ഈ സമയത്താണെങ്കിൽ സുധി പണിക്ക് പോകുവാണെന്നും പറഞ്ഞ് ഇറങ്ങി അമ്മയുടെ കയ്യിൽ നിന്ന് ടിഫിൻ ബോക്സും മേടിച്ച് ഇറങ്ങും. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു നമുക്കിന്ന് ഒരുമിച്ച് പോകാം, നിൻ്റെ ഓഫീസിൽ ഞാനിങ്ങ് വന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി പെട്ടു. അപ്പോഴത്തേനും അമ്മയെ ഓടി വന്നു മകനെ രക്ഷിക്കാനായിട്ട്. എന്നിട്ട് പിന്നെ നുണയേഷണിയും കുശുമ്പും ഇതെല്ലാം പറയുക. അങ്ങനെ പറഞ്ഞു ഒരു തരത്തിൽ മരുമകളെ ഇതിൽ നിന്ന് ചിന്ത മാറ്റിക്കണമല്ലോ, അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റണമല്ലോ, എങ്കിലാണല്ലോ മകനെ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിനു വേണ്ടി ചന്ദ്രമതി കിടന്ന് പപ്പപ്പാ അടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ശ്രുതിയാണെങ്കിൽ ഞാൻ വരും എന്നുള്ളൊരൊറ്റ ആ വർത്തമാനത്തിൽ തന്നെ നിൽക്കുക. പക്ഷെ ചന്ദ്രമതിക്ക് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും മകനെ രക്ഷിച്ചെടുത്തേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി കുറേ നുണയൊക്കെ പറയുവാണ് ശ്രുതിയോട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് അടിപൊളി എപ്പിസോഡൊക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി സൺഡേ.